ഹലോ ഗൈസ്, ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഇങ്ങനെ 2 ദിവസമായിട്ട് വിചാരിക്കണം ഗൈസ്. പക്ഷെ ഇതെന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചുമ്മാ ചാടി കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയണ്ടെന്ന് വിചാരിച്ചു. പൊതുവെ സമൂഹത്തിൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ ഹോട്ട് ടോപ്പിക്സും വളരെ സെൻസിറ്റീവായ ഒരു സാധനമെന്നും സെൻസേഷണൽ ആവാൻ കൂടുതൽ സാധ്യതയുള്ള കുറച്ച് സാധനങ്ങളെന്നൊക്കെ അതിലൊന്നാണ് ജാതി. അത് നല്ല നമുക്കറിയാവുന്ന സാധനമാണ് ജാതി. വേറെ കുറേ സാധനങ്ങളുണ്ട്, വംശം, ജാതി, നിറം, ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. മനുഷ്യർക്കെതിരെയുള്ള അനീതികൾ, ചൂഷണങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, അടിമകളാക്കാനുള്ള ശ്രമം നടത്തുക, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടോ. ഇതിനെതിരെ നീതിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇക്വാളിറ്റി വരാൻ വേണ്ടിയിട്ട് ചില സമയത്ത് ഇക്വാളിറ്റി അല്ല ഇക്വിറ്റി എന്ന് പറഞ്ഞ സാധനമാണ്. ഈ രണ്ടും നമുക്ക് ആവശ്യമുള്ള സാധനമാണ് അല്ലേ. ഞാൻ പറയുന്ന പോയിൻ്റ് ഇതാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കുറേ സാധനങ്ങൾ നമുക്കുള്ളത്, കുറേ സംഗതികൾ, ആശയങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ അംബേദ്കറൊക്കെ സംസാരിച്ചത് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുക. ഫെമിനിസം എന്നുള്ളൊരു സംഗതി എന്താണെന്ന് ആലോചിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ദളിത് മൂവ്മെൻറ്റ്സൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണ് മൊത്തത്തിലുള്ള ആ ഒരു ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സിൻ്റെ പ്രസ്ഥാനങ്ങളുടെ ഒരു വൈബ് എന്താണെന്നുള്ളതൊക്കെ തലയ്ക്കകത്ത് ആൾതാമസമുള്ള മഞ്ചപ്പറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ പലർക്കും മഞ്ചപ്പറ്റില്ല, തലയ്ക്കകത്ത് ആൾതാമസമില്ല, രണ്ടും ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഞാൻ അതിനിടയ്ക്ക് ഒരു സംഭവം കണ്ടു കഴിച്ചാൽ ഒരു 2 ദിവസം മുമ്പ് അംബേദ്കറിനെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ, അംബേദ്കറിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആളുകൾ, അതായത് അവർ ഇപ്പോൾ ഒരാൾ സിവിൽ സർവീസുകാരനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അംബേദ്കറെ വായിച്ചുള്ള ഒരു സിവിൽ സർവീസുകാരാവും എന്നല്ല ഞാൻ പറയുന്നത്. അവരേത് മേഖലയിലാണോ അതിൽ ആളുകൾക്ക് വേണ്ടി കുറേ നല്ല കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു സംഭവമാണ്. അവരുടെ ഒരു വൈബ് വേറെയായിരിക്കും. നല്ല ചെയ്യുമെന്ന് മാത്രമല്ല, അവർ ഒരു മാതൃക ചില കാര്യങ്ങളിലൊക്കെ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തും അല്ലേ. ഈ ശ്രമം നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല കേസ്. പക്ഷേ ഇത് വായിച്ചിട്ടില്ലാത്ത ആളുകൾ തെരുവിലിറങ്ങിയിട്ട് ചുമ്മാ മറ്റുള്ളവരെ തെറിയും വിളിച്ച് അംബേദ്കറിൻ്റെ പേരില്ലേ, അംബേദ്കറുടെ ഫോട്ടോ ഉണ്ടായിരിക്കും, കുറേ അത് പാർട്ടി അടിമകളായിട്ട് നടക്കണം, അങ്ങനെയുള്ള കുറച്ച് ടീംസൊക്കെ ഉണ്ടല്ലോ. ചില ആളുകൾ എന്താ വെച്ചാൽ ഈ സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ തുടക്കത്തിൽ ഇവർ ഇടപെടണമെന്നില്ല. ഇവരെപ്പോൾ ഇടപെടുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ സെൻസേഷണൽ ആയിട്ടുള്ളൊരു സാധനമാണ്, ഇത് വൈറലാവും എന്ന് തോന്നുന്ന സമയത്ത് കയറി ഇടപെടും. അതിപ്പോൾ ഏത് പാർട്ടി ആയാലും ഇതിൻ്റെ ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ട് കേസ്. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം ഒരു 2.5 മിനിറ്റോളം ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് ഈ വിഷയത്തിൻ്റെ തീവ്രതേനെ കുറയ്ക്കല്ല കേട്ടോ. എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ ഞാൻ കുറച്ച് നെർവസ് ആവുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് പൊതുവെ എന്തായിരുന്നു വെച്ചാൽ ഇങ്ങനെ ഒരു സാധനമൊക്കെ വരും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ സാധനം, നിതിൻ രാജ് ആത്മഹത്യ ചെയ്തു. നിതിൻ രാജ് ആത്മഹത്യ ചെയ്തതാണോ അതോ ആരെങ്കിലും കൊന്നിട്ട് അവിടുന്ന് താഴേക്കിട്ടതാണോ അതോ നിതിൻ രാജ് കാല് തെറ്റി വീണതാണോ അവിടെ പോയ സമയത്ത്? അങ്ങനെയാണെങ്കിൽ എന്തിനാണോ അവിടെ പോയത്? നിതിൻ രാജിനെ ആരെങ്കിലും തള്ളിയിട്ടതാണോ? അങ്ങനെയുള്ള കുറേ സംശയങ്ങളിലൂടെ പോകണം. എന്തായാലും നിതിൻ രാജ് മരിച്ചു. നിതിൻ രാജ് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചു. അപ്പോൾ ഇതിൽ മീഡിയക്കാർ ചിത്രീകരിക്കുന്ന ഒരു സംഗതി, സീക്രട്ട് ഏജൻറ്റ് ചിത്രീകരിക്കുന്ന ഒരു സംഗതി. ഞാനത് സീക്രട്ട് ഏജൻറ്റിൻ്റെ ഭാഗത്താണ് കേസ് നിൽക്കുന്നത്. അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് വീഡിയോയിലും പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യണത്. അല്ലാണ്ട് എല്ലാവർക്കും അറിയാവുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയാന്നുള്ളൊരു സാധനമല്ല കേസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പുറത്തൊരു സാധനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കേണ്ടത് എന്ന് ഇൻഫർമേഷൻസ് കുറച്ച് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഇത് ഇടുന്നതായിരിക്കും. കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിലെ, ഇപ്പോൾ ഡെൻ്റൽ കോളേജിലെ BDS വിദ്യാർത്ഥിയായ നിതിൻ രാജ് എന്തിനാണ് ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ അവിടുന്ന് വീണ് മരിച്ചു, അത് ആത്മഹത്യ ചെയ്താണെങ്കിൽ എന്താണ് കാരണം എന്നുള്ളൊരു സാധനം നോക്കുമ്പോൾ തുടക്കത്തിലൊന്നും ഈ പാർട്ടി ആൾക്കാരൊന്നും യൂത്തികളൊന്നും കണ്ടില്ലായിരുന്നു. അത് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയത്. വല്ല പാമ്പിനെയൊക്കെ നമ്മൾ പുകച്ച് പുറത്തേക്ക് അടിക്കണം, വലിയ എലീനൊക്കെ പുകച്ച്, നമ്മളല്ല കേട്ടോ, ഇപ്പം ചില ആളുകളൊക്കെ ചെയ്യും അങ്ങനെ ഒരു പ്രയോഗമില്ല, പുകച്ച് പുറത്തേക്ക് അടിക്കാമെന്ന്. അപ്പോൾ അതുപോലെ പുകച്ച് പുറത്തേക്ക് അടിച്ച മാതിരി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും വന്നു. വീട് വെച്ചെടുക്കാൻ ആളുണ്ട് അല്ലേ, പ്രതികരിക്കാൻ ആളുണ്ട് ഒക്കെ. ഇവരുടെയൊക്കെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ജാതിയാണ്. ഇവരൊക്കെ പറയുന്ന ടോപ്പിക് ഇതാണ്, ജാതി. അതായത് അവനെ ജാതീയമായി അധിക്ഷേപിച്ചു, ഇവനെ കാണാൻ കൊള്ളൂല എന്ന് പറഞ്ഞ് നിറത്തിൻ്റെ പേരിൽ കളിയാക്കി, എല്ലാവരും കളിയാക്കി. ഇതൊക്കെ ജാതിയുടെ പേരിലാണ്. വേടൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ജാതീയത കൊടികുത്തി വാഴുന്നുണ്ട്, ഇതിപ്പോൾ കറക്റ്റ് അല്ലേ എന്നൊക്കെ. ഞാൻ കാര്യം പറയട്ടെ കേസ്, ഇത് എല്ലാ കാലത്തും ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും പൈസയുടെ പേരിലും ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡർ അങ്ങനെയുള്ളതിൻ്റെ ഒരു പേരിലും
അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരേ അങ്ങനെയുള്ള വേർതിരിവുകൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേസ്. എന്ന് കരുതി സമൂഹം നന്നാവും എന്നുള്ള പ്രതീക്ഷ ഇല്ലാത്ത ഒരുത്തരൊന്നല്ല ഞാൻ. അങ്ങനെയല്ല, ഞാനിവിടെ പറഞ്ഞു വരുന്ന സാധനം എന്താ വെച്ചാൽ ഇത് ആളുകളുടെ ഉള്ളിൽ ഈ സാധനമൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അവർ അത്രയും നിഷ്കളങ്കരായ ആളുകളായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചിട്ട് സിനിമ കണ്ടിട്ടൊക്കെ സ്വയം കുറേ കാര്യങ്ങൾ അൺലേൺ ചെയ്തിട്ട് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആർട്ടിസ്റ്റിക് മൈൻഡ് സെറ്റുള്ള ഒരു സമൂഹത്തിനെ കുറിച്ചൊരു അഭിപ്രായം രൂപപ്പെടുത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഏതെങ്കിലും മേഖലയിൽ കാര്യമായിട്ട് ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാത്ത ആളുകളൊക്കെ എന്താ വെച്ചാൽ ഈ വേർതിരിവ് കൊണ്ട് തോന്നുന്നു. ഇപ്പോൾ ഞാൻ മറ്റേ ഇപ്പോൾ ജാതീയത തെറ്റ്, ജാതിയുടെ പേരിൽ ആളുകൾ എന്താ പറയുക ഇങ്ങനെ തരം താഴ്ത്താൻ പാടില്ല എന്നൊക്കെ പറയുന്ന ടീംസിനോട് നിങ്ങൾ നേരിട്ടൊന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അവർ കുറേ നേരം സംസാരിച്ചൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അവർ മറ്റുള്ളവരെ ഞാൻ വലുത് മറ്റവൻ ചെറുത്, അല്ലെങ്കിൽ ഞാൻ വലുത് മറ്റോൾ ചെറുത് എന്നുള്ള രീതിയിൽ ഇവർ കാണുന്നത് ജാതിയുടെ പേരിലാവണമെന്നില്ല, പക്ഷെ വേറെ ഇതിൻ്റെ പേരിലായിരിക്കും. ഇപ്പോൾ ഒരേ കാസ്റ്റിലാണ് വിചാരിക്കും, എന്നാലും ചില ആൾക്കാർ വലുത് ചില ആൾക്കാർ ചെറുത് എന്നുള്ളൊരു സാധനം ആളുകളുടെ മൈൻഡിലുണ്ടായിരിക്കും. ചില ആൾക്ക് പ്രായത്തിൻ്റെ ഇല്ലായിരിക്കും. അപ്പോൾ ചിലവരിങ്ങനെ പറയുന്നില്ലേ, ഞാൻ കുറച്ച് ഓണം കൂടുതലുണ്ടതാണ്, അങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടാൽ മതി എന്ന് പറയുന്നില്ല. ഇതൊരു തരം വേറൊരു രീതിയിലുള്ള ഒരു സിഗ്രിഗേഷൻ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള അടിച്ചമർത്തുന്ന സാധനമാണ് കേസ്. നമ്മൾ പാട്രിയാർക്കി എന്നൊക്കെ പറഞ്ഞ മാതിരി അല്ലെങ്കിൽ കാസ്റ്റിസം എന്നൊക്കെ പറഞ്ഞ മാതിരി വേറൊരു സാധനമാണത്. ഞാൻ പറയുന്നതിന് എതിരഭിപ്രായമുള്ള എന്നെ തെറി വിളിക്കുന്ന കുറേ ടീംസ് ഉണ്ടായിരിക്കും, അതൊന്നും എൻ്റെ വിഷയമല്ല. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നൊരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഓൻ ക്ലീൻ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും ക്ലീൻ അല്ല കേട്ടോ ഈ സമൂഹത്തിൽ, ഇപ്പോൾ ആരും ക്ലീൻ അല്ല. അപ്പോൾ ഞാനിവിടെ ക്ലീൻ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താ വെച്ചാൽ, ഇവൻ മരിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ആത്മഹത്യ ചെയ്തതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, അങ്ങനെയാവണമെന്നില്ല കേട്ടോ. വേറെയും കാരണങ്ങൾ ഉണ്ടായിരിക്കും, വേറെയും രീതിയിലായിരിക്കും, ആരെങ്കിലും തള്ളിയിട്ടായിരിക്കാം, അവനെ കൊന്നവിടെ ഇട്ടതായിരിക്കാം, അങ്ങനെ പലതും ആയിരിക്കാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആത്മഹത്യ ചെയ്തുള്ളൊരു കേസ് എടുക്കാം. ബാക്കിയുള്ള കേസുകൾ കുറച്ച് നമുക്ക് പിന്നെ ഇനി വരുന്ന വീഡിയോസിൽ സംസാരിക്കാൻ കേസ്. ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ജാതീയമായിട്ട് അവനെ അധിക്ഷേപിച്ചു, വർണ്ണവെറിയുടെ ഒരു കാരണം ഇതുകൊണ്ടൊക്കെയാണ് അവൻ ആത്മഹത്യ ചെയ്തതെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഞാൻ ആ ഒരു കാര്യത്തിൽ മുഴുവനായി വിശ്വസിക്കുന്നില്ല. ആയിരിക്കാം ഒരു 70%, 75% അല്ലെങ്കിൽ ഒരു 99.999% അതായിരിക്കാം കാരണം. പക്ഷെ അത് മാത്രമല്ല, അവൻ ഇങ്ങനെയുള്ളതിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരുത്തനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കേസ്. 2 കൊല്ലം നീറ്റിനിരുന്ന് കഷ്ടപ്പെട്ട് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള ഒരുത്തനാണ്. അവങ്ങനെ ജാതി അധിക്ഷേപത്തിൻ്റെ പേരിൽ ആത്മഹത്യ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കേസ്. അവൻ്റെ പേരിലൊരു തേൻകണി സാധനം കിടന്ന് കളിക്കണ്ടല്ലോ, ഹണി ട്രാപ്പിൻ്റെ. അതെന്താ സംഭവം എന്നറിയില്ല. അതായത് അവൻ പെണ്ണാണ് എന്നുള്ള രീതിയിൽ ഒരു ചെങ്ങായിക്ക് മെസ്സേജ് കോൺടാക്ട് ചെയ്ത് അവസാനം സംഗതി അവരങ്ങനെ കോൺടാക്ട് ചെയ്തിരുന്ന ഏറ്റവും സാധനം പിന്നീടാണ് ആ ചെങ്ങായിക്ക് മനസ്സിലായത് ഇത് ആണാണ്. അപ്പോൾ അവൻ അന്വേഷിച്ച് കോളേജിലേക്ക് വന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇവൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ നിന്ന് ഫിനാൻഷ്യലായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അത് അവർ ത്രെറ്റൻ ചെയ്യലുണ്ടായിരുന്നു സംഗതി. പിന്നെ ഇപ്പോൾ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് എന്നൊരു സംഗതി പറയുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ നമ്പർ 2 ജാമ്യക്കാരെന്ന രീതിയിൽ ഒരാൾ അച്ഛനും അമ്മയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, 3 ജാമ്യക്കാർ എന്താ വേണം പറഞ്ഞാൽ അതിലൊന്ന് ടീച്ചറായിരുന്നു എന്നുള്ളൊരു സംഗതി ഈ ഇൻഫർമേഷൻ നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാൾമെൻറ്റ് അത് അടയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്ന സമയത്ത് അവർ ത്രെറ്റൻ ചെയ്തു, ടീച്ചറെ വിളിച്ചു. അപ്പോൾ ടീച്ചർ അത് ബാക്കി കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞു. അതായത് ടീച്ചർ കുട്ടികളുടെ ഭയങ്കര കമ്പനിയായിരുന്നു, ഇവനോട് ഭയങ്കര കമ്പനിയായിരുന്നു. ഞാൻ അത് നെഗറ്റീവായിട്ട് എടുക്കണ്ട, ബഡ്ഡി എന്നുള്ള ഇപ്പോൾ കോളേജിലൊക്കെ കുട്ടികളോട് നല്ല കമ്പനിയായിട്ടുള്ള ടീച്ചേഴ്സ് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് കോളേജിൽ പോകാനൊക്കെ ഒരു സന്തോഷമുള്ളത്. നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാനും നമുക്ക് എന്തെങ്കിലും വിഷയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാനൊക്കെ ഉള്ള ആളുകൾ കോളേജിലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് കോളേജ് ലൈഫിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പ്രിൻസിപ്പാളിൻ്റെ മറ്റേ റാം എന്ന് പറയുന്ന മറ്റേ എങ്ങാണ്ട് കാര്യത്തിൽ വരാം കേട്ടോ. അപ്പം റാം എന്ന് പറയുന്നത് മഹാചെറ്റയാണ്, അത് വേറൊരു കാര്യം. അപ്പോൾ എന്താ വെച്ചാൽ അവനെക്കുറിച്ച് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ പൊതുവെ എന്താ വെച്ചാൽ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യും, ജാതീയമായിട്ട് അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചെങ്ങായി ഇങ്ങനെ ലോൺ ആപ്പിൻ്റെ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ആ ഹണി ട്രാപ്പിൻ്റെ കാര്യമൊക്കെ വന്നുള്ള ഒരുത്തിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക ഒന്ന് ഊഹിച്ച് നോക്കി. ഇവിടെ എല്ലാവരും ആ മറ്റേ ചെങ്ങായിനെ ആ കോളേജിനെ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ടല്ലോ. ശരിയാണ്, അവർ ചെയ്ത് ചേട്ടതരാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവരങ്ങനെ ചെയ്തത് കൊണ്ട് കൂടിയാണ് അവരങ്ങനെ സംസാരിക്കുന്നത് അല്ലേ. ഹണി ട്രാപ്പിൻ്റെ കാര്യമായിക്കോട്ടെ, ലോൺ ആപ്പിൻ്റെ കാര്യമായിക്കോട്ടെ. അപ്പോൾ ഇവരും പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ലോൺ ആപ്പ് നമ്മളിപ്പോൾ CCTV ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇനി പലതും കിട്ടാൻ കിടക്കണേ ഉള്ളൂ. അത് കിട്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കേണ്ട കേസ്. ഇവിടുത്തെ സംബന്ധിച്ച് മരിച്ചുപോയ ഒരാളെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത് മോശമാണെന്നുള്ള സാധനം എൻ്റെ മൈൻഡിലുള്ള കേസ്. എന്നാലും നമ്മൾ
ഇമോഷൻസൊക്കെ മാറ്റി വെച്ച് ഒന്നും കുറച്ചുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ റാഷണലായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഒരു സംഭവം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരണമെങ്കിൽ ആ ടീച്ചറുടെ ഭാഗത്ത് ലത എന്നുള്ള ടീച്ചറുടെ സ്ഥാനത്ത് നിങ്ങളാണ് വിചാരിക്കുക എന്തായിരിക്കും അവസ്ഥ ഉണ്ടായിരിക്കുക? നിങ്ങളുടെ കോളേജിലെ സ്റ്റുഡൻ്റാണ് ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവുക? അപ്പോൾ ഇവൻ എല്ലാ രീതിയിലും പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം. അതായത് ഇത്രയും കമ്പനിയായ ആ ടീച്ചർ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. ഓൾറെഡി ഹണി ട്രാപ്പിൻ്റെ ഒരു കാര്യം അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ സംഭവമുണ്ട്. ആ ഹണി ട്രാപ്പിൻ്റെ അവർ വാങ്ങിയ എമൗണ്ട് ഇവൻ വാങ്ങിയുള്ള എമൗണ്ട് തിരിച്ചു വെച്ചാണെങ്കിലും അങ്ങനെ ലോണ് എടുപ്പിച്ചതാണെങ്കിലും അങ്ങനെ ഇവ പേടിച്ച് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇവ അങ്ങനെ ചെയ്തതാണെങ്കിലും ഇവൻ മൊത്തം ആ ഒരു ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ട് ഇനി ഒരു രക്ഷയില്ലാന്ന് തോന്നിയ സമയത്ത് അവരാണെങ്കിൽ മറ്റേ ലോൺ ആപ്പിൻ്റെ ആൾക്കാർ തുരുതുരുന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ അപ്പോൾ അർജൻസിയിൽ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ കയ്യിൽ നിന്ന് പോയ സമയത്ത് അവൻ അങ്ങനെ തോന്നിയ സമയത്ത് അവൻ ചെയ്തതാണെങ്കിലും ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് വേർഷനെങ്കിൽ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അതെന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ കോളേജ് മാത്രമാണ് കാരണക്കാർ എന്ന് പറയാനും നമുക്ക് പറ്റൂല ഗൈസ്. സംഗതി ശരിയാണ്, അവർ ഡീൽ ചെയ്ത രീതി മഹാമോശമാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർക്ക് അതിൻ്റേതായ രീതിയിൽ ഡീൽ ചെയ്യായിരുന്നു. അല്ലാണ്ട് ഇപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ അടിമകളൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യമുണ്ട് കേസ്, നിതിൻ എന്തിനായിരിക്കും ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഞാൻ ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ബാക്കി നമുക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ കിട്ടാണ്ട് അതിനനുസരിച്ച് അടുത്ത വീഡിയോ ചെയ്യും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന സംഭവം എന്താ വെച്ചാൽ ഇവിടെ നിതിനെ അവർ ഡീൽ ചെയ്തത്, നിതിനെ എന്നല്ല അവിടെയുള്ള ഏത് കുട്ടികളെയും വളരെ മോശമായിട്ട് അവർ ഡീൽ ചെയ്തത്. അത് ഒരു പുരോഗമന സമൂഹത്തിനെ വളരെ അപകടകരമായ ഒരു സംഭവമാണ് കേസ് അത്, അല്ലേ? അപ്പോൾ അത് റാം എന്നുള്ള മഹാ ചെറ്റാണ്, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്താ വെച്ചാൽ മരിച്ചു എന്നതുകൊണ്ട് നിതിൻ ചെയ്ത കാര്യങ്ങളെ നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റുമോ? മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ മരണത്തിനൊരു കാരണം അവൻ്റെ പ്രവൃത്തികളും കൂടി അല്ലേ? അങ്ങനെ എടുത്തൂടെ കേസ്? അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിതിൻ, എനിക്ക് തോന്നുന്നത് നിതിൻ ആ സമയത്ത് ഹണി ട്രാപ്പിൻ്റെ കാര്യത്തിൽ അവിടെ, പിന്നെ അതേപോലെ തന്നെ പൊതുവെ മൊത്തത്തിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ആംബിയൻസ് ഉള്ള ഒരു കോളേജിലാണ് അവളുള്ളത്. അവൻ്റെ സീനിയേഴ്സ് അവനെ റാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവനെ ആ ക്ലാസ് റൂമിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയായിരുന്നു. അതിന് കാരണം ആ ലോൺ ആപ്പിന് മുമ്പ് തന്നെ ഹണി ട്രാപ്പിൻ്റെ ആ ഒരു സാധനം അവിടെ ഉണ്ട്. ഇപ്പം വന്നിട്ട് ആകെ 6 മാസം എന്തായിട്ടുള്ളൂ. അപ്പോൾ 6 മാസം കൊണ്ടാണ് ഇവങ്ങനെ, പിന്നെ ഇവൻ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അവന് അതിൻ്റേതായ സംഭവങ്ങൾ ആ കോളേജിലുണ്ടായിരിക്കും ഗൈസ്, അല്ലേ? ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ HOD ആണ് തോൽപ്പിക്കും എന്നൊക്കെ പറയണത്. അപ്പോൾ ഇവൻ മെറിറ്റ് സീറ്റ് വാങ്ങിയിട്ടുള്ള ഒരുത്തന്നെ അവിടെ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ എല്ലാം വിട്ടു പോരാനും പറ്റൂല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. പിന്നെ ആ ഒരു പ്രായത്തിൻ്റെ ഒരു തിളപ്പുണ്ടായിരിക്കും ഗൈസ്, അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഇവൻ എന്തിനാണ് ഈ ഹണി ട്രാപ്പിൻ്റെ യൂസ് ചെയ്തത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ലോൺ ആപ്പ് എനിക്ക് തോന്നുന്നത് ലോൺ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അപ്പോൾ ആ ടീച്ചറിൻ്റെ ഇത് അവിടെ കൊടുത്തത് മോശമാണ്, അത് ചെയ്യാൻ പാടില്ല. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് കൂടുതൽ എമൗണ്ട് കിട്ടുന്ന ഒരു പക്ഷേ അങ്ങനെ ഉണ്ടോ എനിക്കറിയാത്തതുണ്ടായിരുന്നില്ല. അങ്ങനെ ജാമ്യക്കാർ അങ്ങനെ ഒരു കൂടുതൽ ഇൻകമുള്ള ഒരാൾ ജാമ്യത്തിൽ നിൽക്കുമ്പോൾ കൂടുതൽ എമൗണ്ട് കിട്ടും, അങ്ങനെ ഒരു സാധനമാണ്. അത് എന്തിനായിരിക്കും അവൻ ടീച്ചറിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവുക? അതും വേറൊരു വേഷം വരുന്നത് ഇവൻ്റെ അമ്മയുടെ പേരിൽ ലതാന്നായിരുന്നു. അപ്പോൾ ആ നമ്പർക്ക് വിളിച്ച് കിട്ടാത്തതുകൊണ്ട് ഫോൺ എന്തോ റീചാർജ് ചെയ്തിട്ടില്ലെന്ന്, ഫോൺ ഓഫാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ, അതായത് നമ്മുടെ കോണ്ടാക്റ്റൊക്കെ തികഞ്ഞെടുക്കാനുള്ള ഒരു പെർമിഷൻ അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതുവഴി ലതാന്ന് പേരുള്ള വേറെ നമ്പർ നോക്കിയതായിരിക്കും. അത് അമ്മയുടെ നമ്പറായി വിചാരിച്ചിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരിക്കും. അത് ടീച്ചറുടെ നമ്പറായി പോയി. അവർക്ക് അമ്മ ഉണ്ടോ? അമ്മ എന്താ അമ്മ വെച്ചാൽ എന്ത് ടീച്ചർ വെച്ചാൽ അവർക്ക് എങ്ങനെയെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് അവർക്ക് ആ പൈസ കിട്ടിയാൽ മതി. ഇതാണ് അതിൻ്റെ അവസ്ഥ. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ഇതാണ്, എല്ലാം കൊണ്ടുപോയിട്ട് എൻ്റെ പോയിന്റ് തന്നെ, എല്ലാം കൊണ്ടുപോയിട്ട് ജാതി എന്ന് പറയുമ്പോൾ അത് ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് കേസ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് ഒരു പാർട്ടിക്കാർ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി വെക്കുമ്പോഴേക്ക് അപ്പുറത്തെ പാർട്ടിക്കാർ അതിനെ നെഗറ്റീവായിട്ട് കാണുന്നു. അങ്ങനെ വീട് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്, ഇതിൻ്റെ രാജ്യം നല്ല ആയിരിക്കും വീട് വെച്ച് കൊടുക്കുന്നതൊക്കെ. ഇവിടെ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി 5 ലക്ഷം ഒരു പാർട്ടിക്കാർ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 15 ലക്ഷം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, നിങ്ങളതൊരു വാശിയായിട്ട് എടുത്തിട്ട് നിങ്ങൾ കൊടുക്കും ഒരു 15 ലക്ഷം വേറെ എന്തെങ്കിലും. ഒരു കൂലിപ്പണി ചെയ്യണ അച്ഛനല്ലേ കുടുംബം നോക്കണത് അവരുടെ വീട്ടിൽ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു കട തുടങ്ങാനോ എന്തെങ്കിലും ചെറിയ ബിസിനസ് തുടങ്ങാനോ ഒക്കെ അവർ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, അവിടെയുള്ള ആരുള്ളത്, അനിയത്തി ആരുണ്ടെന്ന് പറയില്ലേ, അവർക്ക് ജോലി റെഡിയാക്കി കൊടുക്കുക, ചേച്ചി ആരുണ്ട് പറഞ്ഞ് റെഡിയാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ പഠിക്കണ കുട്ടികളാണെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പ് പോലെ എന്തെങ്കിലും ചെയ്യും, മാസം അവരെ
ഇത് അവർ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും നിങ്ങൾ. അല്ലാണ്ട് ഇത് ഒരാൾ നല്ല ഇത് വിഷയം നെഗറ്റീവ് പറയേണ്ട കാര്യം തന്നെ. പിന്നെ ഞാനിവിടെ പറഞ്ഞ ഒരു സാധനത്തിന് പലരും കാര്യം അറിയാണ്ട് ചുമ്മാ ചീത്ത വിളിക്കാനൊക്കെ സാധ്യതയുണ്ട് കേസ്. ഞാനത് പ്രതീക്ഷിക്കുന്നതാണ്. ഞാനിങ്ങനെ 2-3 ദിവസം ഒന്നാമത്തെ കാര്യം തിരക്കിലായിരുന്നു. രണ്ടാമത്തെ കാര്യം ഇതെന്താണ് ഇവിടെ മീഡിയ ഇത് ഏത് രീതിയിലാണ് ഈ സാധനത്തിനെ വളച്ചൊടിക്കുന്നതെന്ന് നോക്കട്ടെ വിചാരിച്ചിട്ട് ഉള്ളൊരു സംഭവം കൂടിയായിരുന്നു. സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു വേർഷൻ ഉണ്ടല്ലോ, എനിക്ക് ആ സീക്രട്ട് ഏജൻറ്റ് ആണ് ഈ കാര്യത്തെ കുറച്ചുകൂടി സെൻസിബിളായിട്ട് ഡീൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ട് കേസ്. അപ്പോൾ നമുക്കും പൊട്ടിക്കാനുള്ള കുറച്ച് ഇൻഫർമേഷൻസ് വരാൻ കിടക്കുന്നുണ്ട് കേസ്. അപ്പോൾ വെറുതെ ഇതും കേട്ടിട്ട് തലമണ്ട പണയം വെക്കാണ്ടിരിക്കുക എന്നാണ് കേസ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. സ്വതന്ത്രമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഈ ഇമോഷണലായ രീതിയിൽ മാത്രം എടുക്കാണ്ട് സ്വതന്ത്രമായിട്ട് എടുത്ത് നോക്കുക. പിന്നെ നിതിൻ രാജിൻ്റെ ചേച്ചി സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, എനിക്കത് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ അവർ ഇമോഷണലായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് സംസാരിക്കണം എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല കേസ്. അവർ ചിലപ്പോൾ ആ ഒരു നഷ്ടബോധത്തിൻ്റെ ആ ഒരു ഇതിൽ അവരങ്ങനെ സംസാരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവനെക്കുറിച്ച് പോസിറ്റീവായ വേർഷനാണ് വേണ്ടത്, അവർക്ക് ഫേവറബിളായ രീതിയിലേക്ക് ഈ കഥയെ നെറേറ്റ് ചെയ്ത് മാറ്റണം എന്ന് അങ്ങോട്ട് സംസാരിക്കുന്നതാണോ അറിയില്ല. മനുഷ്യസഹജമായ ഒരു സംഗതിയുണ്ട്. ഇനി കുറച്ച് കാര്യം കൂടി വരേണ്ട കേസ്. നമ്മൾ തെളിവില്ലാണ്ട് സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരു വഴി കൂടെ പോലീസിൻ്റെ സംഗതികൾ ഇങ്ങനെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ ഫ്രണ്ട്സ്, ആ കോളേജിലെ ആളുകൾ, സീനിയേഴ്സ് ഒക്കെ ഇങ്ങനെ അവർ കണ്ടതും കേട്ടതും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ കമൻറ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കുറേ ഇങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിലൊരു വേർഷൻ കൂടി കേൾക്കാൻ കഴിയും. പിന്നെ അതിൻ്റെ വേറെ സംഭവം എന്താ വെച്ചാൽ, ഞാനൊരു മാഷിൻ്റെ ഒരു കമൻറ്റ് ശ്രദ്ധിച്ചു കേസ്, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് മാഷ് പറയുന്ന സാധനമാണ്, 18 കൊല്ലം എന്തോ മാഷായിട്ട് ജോലി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ മൂപ്പര് പറയുന്നതാണ്, ഒരു മൂപ്പർക്ക് ഒരു പയ്യന് മാർക്ക് പറഞ്ഞപ്പോൾ ആ പയ്യനുണ്ട് മാഷിൻ്റെ വീട്ടിൽ കയറി എന്നിട്ട് പറയത്തരാം, അന്നെ ഞാൻ കൊല്ലും, അണക്കിനെ അറിയാത്തതുകൊണ്ടാണ് മാർക്ക് കുറച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് എൻ്റെ മാർക്ക് ഈ മനഃപൂർവ്വം കുറച്ചാണെന്ന് ഞാൻ പറയും, അത് ഇഷ്യൂ ആക്കും, മര്യാദയ്ക്ക് ഈക്ക് മാർക്ക് കൂട്ടി തന്നോ അല്ലെങ്കിൽ വിവരം അറിയുന്നു. അപ്പോൾ ഇത് ജാതിനെ ഇങ്ങനെ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്ന ടീംസ് ഉണ്ട് കേസ്. അപ്പോൾ എല്ലാം ജാതി എന്ന് പറയുമ്പോൾ നമ്മൾ ആ വേടൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. വേടൻ നല്ലൊരു കലാകാരനാണ്, അടിപൊളിയാണ്. പക്ഷേ പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടിയിട്ട് ജാതി എന്ന് പറയുന്നോർത്തുള്ളൊരു അപകടമുണ്ട് എന്നുള്ളൊരു സാധനമാണ്. അതായത് ഈ ജാതി എന്നുള്ള ഒരു വിഷം വീണ്ടും ആളുകളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കാര്യമുണ്ട്. പിന്നെ സംവരണവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ളൊക്കെ കുറേ ചർച്ചകളൊക്കെ ഇതിലേക്ക് പോകുമ്പോണ്ടായിരിക്കും. ഞാൻ അതൊന്നും എതിരല്ല കേട്ടോ, ഞാൻ പറഞ്ഞിരുന്ന സംഭവത്രേ ഉള്ളൂ. നമ്മൾ ഇക്വാളിറ്റി, ഇക്വിറ്റി, ഫ്രീഡം, അതേപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ്, അവകാശങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള കുറേ എല്ലാ സാധനങ്ങളുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലെൻസിലൂടെയാണ് ഞാൻ കാര്യങ്ങളെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന കേസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള സാധനമാണ്. അപ്പോൾ എനിക്കും നന്നാവാനുള്ളൊരു അവസരമായിരിക്കില്ല ഇത്. അപ്പോൾ ഞാനവിടെ പറഞ്ഞു വരുന്നത് അത്രയേ ഉള്ളൂ. ഇതിൻ്റെ കുറച്ചും കൂടി കാര്യങ്ങൾ കിട്ടാണ്ട് ഗൈസ്, എന്നിട്ട് നമ്മൾ ഇനിയും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.